എൻ്റെ പേര് അനു. ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് ഹുലഹള്ളിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 1-ാം തീയതിയാണ്. അതിന് മുന്നേ ഞാൻ 2018 ഞാൻ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിലൂടെയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് വരാൻ കാരണം. മമ്മി ഉടമ്പടി എടുത്തതിൽ 6 നിയോഗത്തിൽ ഒരു നിയോഗം എൻ്റെ മകളുടെ കാര്യം വെച്ചിരുന്നു. എൻ്റെ മകൾ ചെറുപ്പം മുതലേ വായിൽ വിരലിട്ടിട്ട് നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അത് അവൾക്ക് മാറ്റാൻ പറ്റാണ്ട് വായിൽ വിരലിട്ട് നടക്കുന്ന ഒരു അവൾ സ്വഭാവം ഉണ്ടായിരുന്നു. അത് അവൾ ഒരു 7 വയസ്സ് വരെ അങ്ങനെ നടന്നിരുന്നു. അവൾക്ക് സ്കൂളിൽ പോകുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഫ്രണ്ട്സ് കളിയാക്കുമ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ അവൾ വീട്ടിൽ വന്ന് പറയും, മമ്മി എൻ്റെ കൈവേണമെങ്കിൽ കെട്ടിയിട്ടോ, എന്നാലും കുഴപ്പമില്ല, പക്ഷെ എനിക്കത് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. മമ്മി ഇവിടെ വന്ന് നിയോഗം വെച്ചതിൽ എൻ്റെ മകളുടെ കാര്യം എഴുതിയിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ വന്ന് ഉടമ്പടി തൈലം അവളുടെ വിരലിന്മേൽ പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ അന്ന് തൊട്ട് അവൾ വിരൽ വായിലിട്ടിട്ടില്ല. അതെങ്ങനെയാണെന്നറിയില്ല. അവളായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ ഇടുന്നില്ല, ഇങ്ങനെ കിടന്ന് നോക്കട്ടെ, ഞാൻ ഉറങ്ങി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വലിയ മോളായി അന്ന് തൊട്ട് അവളത് ഇട്ടിട്ടില്ല. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വൈകി, കാരണം ഞാൻ ഉടമ്പടി എടുത്തത് 24-ലാണ്. ഇവിടെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് പോകുമായിരുന്നു. എങ്കിലും ഉടമ്പടി ഞാൻ എടുക്കുന്നത് 2024-ലാണ്. ഞാൻ ഇവിടെ വരാൻ കാരണം, പിന്നെ എനിക്കൊരു 20 ലക്ഷത്തിൻ്റെ ഒരു കടമുണ്ടായിരുന്നു. ഒരു പുതിയ ഭവനം പണിയുവാനായി ഞങ്ങൾ 20 ലക്ഷം കടം ഞാനൊരു കസിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പിള്ളേരുടെ സ്കൂളിൻ്റെ അടുത്തേക്ക് പുതിയൊരു ഭവനം പണിത് മാറുവാനായിട്ട് ഞാനവിടെ കടം മേടിച്ച് ഞങ്ങളൊരു വീട് പണിതു. പക്ഷേ എങ്ങനെ കടം വീട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വർക്കിംഗ് ആയിരുന്നു. എങ്കിലും കടം എങ്ങനെ വീട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ഐഡിയ ഇല്ല. ഒരു സോഴ്സ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ പഴയ ഭവനം വിറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ കടം വീട്ടാമെന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട് ആരും തന്നെ വന്ന് കാണുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇവിടെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഭവനം വിറ്റ് എനിക്ക് കടം വീടാൻ പറ്റണേന്ന്. അത് ഞാൻ ഏത് വീട് എന്ന് എഴുതിയില്ല. പുതിയൊരു ഭവനത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആദ്യം എനിക്ക് വീട് വിൽക്കാൻ പറ്റിയത് ഞങ്ങളുടെ പുതിയ ഭവനം ഒരാൾ വന്ന് കാണുകയും ആ വീട് അയാൾക്ക് ഇഷ്ടപ്പെടുകയും മേടിച്ചോളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. കാരണം നമ്മൾ പുതിയൊരു ഭവനം പണിത് വീട്ടിലിരിക്കുമ്പോൾ ആ വീട് വിൽക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ മാതാവും ഈശോയ്ക്കും എന്നിലുള്ള പദ്ധതി വേറെയായിരുന്നു. നമ്മുടെ ജെറമിയ 29:11 പറഞ്ഞ പോലെ, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായൊരു ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞ പോലെ മാതാവിന് ഈശോയ്ക്കും വേണ്ടിയുള്ള പദ്ധതി വേറെയായിരുന്നു. ആ വീട് പുതിയ ഭവനം എനിക്ക് വിറ്റു. അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പഴയ ഭവനം ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ വിൽക്കാൻ സാധിച്ചു. അതിൽ ഞങ്ങൾക്കൊരു ഒരു പുതിയ ഭവനം പണിത് അതിൽ നിന്നും ഞങ്ങൾക്കിപ്പോൾ ആദ്യം ഒരു വീടിൻ്റെ വാടക 2 വീടിൻ്റെ വാടക കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്കൊരു 8 വീടിൻ്റെ വാടക കിട്ടുകയും അതിൽ നിന്നൊരു നല്ല ഇൻകം കിട്ടുകയും അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു ആദ്യത്തെ നിയോഗം സാധിച്ചത്. അതോടൊപ്പം ഞാൻ എൻ്റെ ഡാഡിയുടെ വയറുവേദനയും തലവേദനയും പൈൽസിൻ്റെ അസുഖം ഡാഡിക്കുണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ഉള്ള 2-3 കൊല്ലമായിട്ടുണ്ടായിരുന്ന തലവേദന തീരെ വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നും ഉടമ്പടി തൈലം പെരട്ടുകയും ഉപ്പ് വെള്ളത്തിലിട്ട് എന്നും രാത്രി അത് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും വയറുവേദനയും തലവേദനയും പൈൽസിൻ്റെ അസുഖം ഡാഡിക്ക് മാറി കിട്ടി. ഇത് 2 നിയോഗങ്ങൾ അന്ന് സാധിച്ചു. ഇവിടെ വന്ന് ഞാൻ പുതിയത് ഒരു ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് എൻട്രൻസിൽ ഞാൻ പുതുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു മാതാവിൻ്റെ സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടു. എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു. അവർക്ക് 3 പേർക്കും സുഗന്ധാഭിഷേകം കിട്ടി. അന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് പോയി. വീണ്ടും ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന് എൻ്റെ മകളുടെ കാര്യം, എൻ്റെ ഈ ചെറിയ മോള് ICC സിലബസാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്നെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് പഠിക്കാൻ. 2 പിള്ളേരും ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പിള്ളേരും ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ ഇവൾക്ക് മാത്രം ICSE സിലബസ് പഠിക്കാൻ ഭയങ്കര ടഫ്. അതുപോലെ തന്നെ ലാംഗ്വേജും പഠിച്ചാലും അവിടുത്തെ കന്നഡ പഠിച്ചാലും അവൾക്ക് പെട്ടെന്ന് മറന്നു പോകും അവൾ.
അപ്പോൾ പക്ഷേ ഇവിടെ വന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കുകയും ഇവളുടെ തല തൊട്ട് പ്രാർത്ഥിക്കുകയും ഇവൾക്കൊരു ഒരു കാശ് രൂപം കൊടുത്ത് അത് ഇന്നും ഇവൾ കൊന്ത കഴുത്തിലിട്ട് നടക്കുന്നത്. അത് പ്രാർത്ഥിച്ച് ഇവിടെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോയപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, വേണ്ട മമ്മി, ഞാൻ സ്കൂൾ മാറിക്കോളാം. പക്ഷേ എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. നല്ല സ്കൂളാണ് പഠിക്കുന്നത് രണ്ടുപേരും, അപ്പോൾ എനിക്ക് മാറ്റാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ചെറിയ മോള് പറഞ്ഞു, ഇല്ലേ മമ്മി, എന്നെ മാറ്റിക്കോ, നമുക്ക് മാതാവിനോട് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് 2 സ്കൂളിൽ ചെന്നു അവിടെ അഡ്മിഷൻ ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. പക്ഷേ മൂന്നാമത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. പക്ഷേ ഞാനത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വേണ്ട, ആ സ്കൂൾ വേണ്ട, വേറെ സ്കൂളിൽ എടുക്കാം എന്ന് വിചാരിച്ചു. എല്ലാ സ്കൂളിൻ്റെ പേരും ഞങ്ങളൊരു എഴുതി കയ്യിൽ വെച്ച് മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു, നീ എടുക്ക്, അത് ഏത് സ്കൂളായാലും മാതാവ് സെലക്ട് ചെയ്ത് അവിടെ പോയി നമുക്ക് അഡ്മിഷൻ എടുക്കാം. അവൾ തന്നെ പറഞ്ഞു, മമ്മി ഈ അടുത്തുള്ള സ്കൂളിൻ്റെ പേര് കൂടി മമ്മി എഴുതിയിട്. അങ്ങനെ ഞങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിച്ച് എടുത്തപ്പോൾ ആ അടുത്തുള്ള സ്കൂൾ തന്നെ എനിക്ക് കിട്ടി. പക്ഷെ അവിടെ CBSE സ്കൂളായിരുന്നു. അവൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവൾക്ക് അവിടെ ഇന്ന് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അവൾ പോകുന്ന സമയത്ത് ക്ലാസ് തുടങ്ങുന്ന ദിവസം ഞാൻ അവൾക്ക് ഉപ്പ് കൊടുത്തയച്ചിരുന്നു. ഉപ്പ് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കയറുക, നിനക്ക് അവിടെ എന്തിനായാലും നല്ലൊരു വിജയം നിനക്ക് മാതാവ് തരും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. അവിടെ ചെന്ന് അവൾ അവിടെ അഡ്മിഷൻ കിട്ടി. അവിടെ നന്നായി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മാർക്കോട് കൂടി എല്ലാ സബ്ജക്റ്റിലും ജയിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അവിടുത്തെ സ്പോർട്സ് സ്കൂളായിരുന്നു. അവിടെ അഡ്മിഷൻ കിട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ എയർ റൈഫിൾ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇവൾക്ക് അത് നല്ല വെയിറ്റുള്ളൊരു വെപ്പനാണ്, ഗണ്ണാണ്. അത് കയ്യിൽ പിടിച്ചെന്ന് എങ്ങനെ ഇവൾ അത് ഷൂട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ കോച്ച് വിളിച്ച് പറഞ്ഞു, ഇവൾ സെലക്ട് ആയിട്ടുണ്ട്, അടുത്തത് സ്റ്റേറ്റ് ലെവലാണ്, അതിൽ ഇവൾക്ക് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. തിരിച്ച് അവൾ അതിൽ സെലക്ട് ആവുകയും ആരെന്ത് അവളുടെ ഫ്രണ്ട്സ് പോയാലും ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുകയും അവിടെ നിന്ന് ഇന്ന് ഇവൾ പ്രീ നാഷണൽ ലെവൽ ഷൂട്ടിങ്ങിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നാഷണൽ, അത് കഴിഞ്ഞൊരു ഇന്ത്യൻ ടീമേ ഉള്ളൂ. അവൾക്ക് അവിടെ എല്ലാ പ്രിൻസിപ്പാളും അവിടെ ഫ്രണ്ട്സും എല്ലാവരുടെ മുമ്പിലും അവിടെ സ്കൂളിലെ സ്റ്റാറാന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഒരു ഉയർച്ച മാതാവ് ഈശോയും തന്നതിന് ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ലാസ്റ്റത്തെ ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ മോള് 10th ബോർഡ് എക്സാം ICC ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു നിയോഗം വെച്ചത്. അവിടെ ഇവൾക്ക് പ്രീ ബോർഡിന് മാർക്ക് ചെറുതായിട്ട് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇവൾക്ക് 90 അബോവ് കിട്ടിയാൽ മാത്രമാണ് നമുക്കവിടെ സയൻസ് ഗ്രൂപ്പ് കിട്ടുകയുള്ളൂ. അവിടെ 95 കിട്ടിയാലാണ് സയൻസ് ഗ്രൂപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, 90 അബോവ് പെർസെൻറ്റേജ് എനിക്ക് എൻ്റെ മോൾക്ക് മേടിച്ച് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ നിയോഗത്തിൽ ഞാനിവിടെ എഴുതിയിടുമ്പോൾ 91 ഞാൻ എഴുതിയത്. അതേപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് 91% ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ രണ്ടാമത്തെ നിയോഗത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ സ്കൂളിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സയൻസ് ഗ്രൂപ്പ് കിട്ടണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ആരുടെ റെക്കമെൻഡേഷനും ഇല്ലാതെ 95 മേലെ ഉള്ളവർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വഴി പോകണം. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇവൾക്ക് റെക്കമെൻഡേഷനൊന്നും ഇല്ലാതെ ഇവളുടെ മാസ് കാർഡ് കാണിക്കുമ്പോൾ ഞങ്ങൾ സെലക്റ്റഡ് എന്ന് പറയണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ അവിടെ ചെന്ന് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളവരൊക്കെ റിജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവളുടെ മാസ് കാർഡ് കാണിച്ചപ്പോൾ അവർ സെലക്റ്റഡ് എന്ന് പറയുകയും സയൻസ് ഗ്രൂപ്പ് കിട്ടുകയും ചെയ്തു. ഇപ്പോഴും അവളുടെ ഫ്രണ്ട്സിന് 95 കിട്ടിയവർക്കും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പക്ഷെ എൻ്റെ മകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഇത് ഈശോടും മാതാവിൻ്റെയും മാത്രം അനുഗ്രഹം കൊണ്ടാണ്. അതിന് ഞാനിവിടെ കോടി നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെയൊക്കെ സഞ്ചാരി മാതാവ് കൂടെ വന്ന് ഞങ്ങളെ സഹായിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്തുണ്ടെങ്കിലും നിയോഗത്തിൽ തുടർന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ ഞാനായിരിക്കും. എൻ്റെ മകളും അവൾ തന്നെ പറഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞാൽ മമ്മി ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം. കാരണം അവൾക്കും നമ്മുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റിയതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾ അന്യഭാഷ പത്രങ്ങളാണ് മേടിച്ച് കൊണ്ടുപോകാറ്. മലയാളത്തിനേക്കാളും കൂടുതൽ തമിഴ്, ഇംഗ്ലീഷ്, ബാക്കി ഭാഷകളൊക്കെ കന്നഡ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോവും. അവിടെ ഞങ്ങൾ അന്യഭാഷ പരിചയമില്ലാത്ത ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. തുടർന്ന് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഒരു ഓർഫനേജിൽ ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾ അവിടുത്തെ ചെറിയ കുട്ടികളെ സഹായിക്കും. അതോടൊപ്പം തന്നെ
വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം നമ്മൾ മേടിച്ച് കൊണ്ടുപോയി കൊടുത്ത് സഹായം ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിയാത്തൊരു ഫാമിലീനെ ഞങ്ങൾ, അതൊരു പ്രായമായ സ്ത്രീയാണ്, അവർക്ക് വേറെ ആരുമില്ല, ഹസ്ബൻഡോ കുട്ടികളോ ആരുമില്ല. അവർ ഇവിടെ കൊല്ലത്താണുള്ളത്. പക്ഷേ ഞങ്ങൾക്കൊരു ട്രെയിനിൽ വെച്ച് കണ്ട പരിചയമുള്ളൂ. എങ്കിലും അവർക്ക് ജോലിക്ക് പോകാനോ ജീവിക്കാനോ ഉള്ള യാതൊരു മാർഗ്ഗമില്ല. അവരെ ഞങ്ങൾ കാശ് കൊടുത്ത് മാസം പൈസ അയച്ചു കൊടുത്ത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിയുന്നൊരു ഫാമിലി അവിടെ 5 പേരുണ്ട്. അവർക്ക് ആർക്കും ജോലിക്ക് പോയി ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അവർക്കും മാസം ഞങ്ങൾ ഗ്രോസറീസ് അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ മാസവും ഞങ്ങൾ മേടിച്ച് കൊടുത്ത് പറ്റാവുന്ന തരത്തിൽ നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്തെന്ന എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അതുപോലെ തന്നെ കൃപാസനം മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും ദൈവത്തിനും 1000 നന്ദി. എനിക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. അതേപോലെ 18 വയസ്സാകുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32:40 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അനു ബേബിയും കുടുംബവും മാതാപിതാക്കളും മക്കളും ഇവിടെ ഒരുമിച്ച് സകുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവാനുഭവങ്ങളാണ് നാം കേൾക്കുന്നത്. എങ്ങനെ തൻ്റെ 20 ലക്ഷം കടം, അതിന് തങ്ങൾക്ക് എങ്ങനെ മറ്റൊരു വാതിൽ തുറന്നു കിട്ടി. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല എന്ന് നാം കേട്ട തിരുവചനം പോലെ ഉടമ്പടി എടുത്ത ആ ക്ഷണം മുതൽ ജീവിതത്തിൽ തങ്ങളുടെ തടസ്സങ്ങളുടെ വാതിലുകൾ മാറി ഇന്നിപ്പോൾ നല്ല ഒരു വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ 2 വീടുകൾ പണിയുവാനും, തങ്ങൾക്കുള്ള വീട് വിൽക്കണമായിരുന്നു, ആദ്യത്തെ 20 ലക്ഷത്തിൽ നിന്ന് കരയേറുവാനായിട്ട് വീണ്ടും 2 വീടുകൾ പണിയുവാൻ സാധിച്ചു. ഇന്ന് അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു. അത് അവരുടെ ഏറ്റവും വലിയ ഒരു ബലമായിട്ടാണ് ഇന്ന് ദൈവം അവർക്ക് നൽകിയതെന്നാണ് അനു ഇവിടെ നമ്മോട് പങ്കുവെച്ചത്. ചെറുപ്പം മുതലേ ചെറിയ മകൾക്കുള്ള ഒരു ദുശ്ശീലം, അത് ആ മകൾക്കും ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരേ ഒരു പ്രാവശ്യം ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച ആ ക്ഷണം മുതൽ ആ കുഞ്ഞ് അതിൽ നിന്ന് വിമുക്തി നേടിയത്. അതുപോലെ തൻ്റെ മൂത്ത മകൾക്ക് കിട്ടിയ പെർസെൻറ്റേജ്, എഴുതിയിട്ട പെർസെൻറ്റേജ് അതേപോലെ തന്നെ ലഭിക്കുന്നു. എന്നാൽ 95 എബോവ് ഉള്ളവർക്കും അഡ്മിഷൻ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ തൻ്റെ മകൾക്ക് കിട്ടിയ അഡ്മിഷനും അതിന് ആ കുഞ്ഞാണെങ്കിലും നമ്മോട് ഇവിടെ പങ്കുവെച്ചത് 18 വയസ്സാകാൻ കാത്തിരിക്കുകയാണ് എനിക്കും ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ. അതുപോലെ തൻ്റെ ഇളയ കുട്ടി, ആ മകൾക്ക് ഇന്ന് ആ സ്കൂളിൽ, തനിക്ക് ആദ്യമുണ്ടായിരുന്ന സ്കൂളിൽ പഠിക്കാൻ പറ്റാതെ വന്ന സാഹചര്യം, വീണ്ടും ഒരു സ്കൂള് അമ്മ മാതാവ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സ്കൂളായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. പിന്നീട് ആ സ്കൂളിൽ ആ കുട്ടിക്ക് കിട്ടിയ അംഗീകാരവും ഇന്ന് സ്പോർട്സിൽ റൈഫിൾ ഷൂട്ടിങ്ങിൽ പ്രീ നാഷണൽ ലെവൽ വരെ ആ മകൾ എത്തിയിരിക്കുന്നു. ഇനി നാഷണൽ ലെവലിലേക്കാണ് ആ കുട്ടി പോകേണ്ടത്. അങ്ങനെ ഇന്ന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള മറ്റ് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടാൻ അഡ്മിഷൻ കിട്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നൊരു അമ്മ സെലക്ട് ചെയ്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും അവിടെ ഇന്ന് അവളൊരു സ്റ്റാറാണെന്നാണ് നാം ഇവിടെ കേട്ടത്. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഉടനടി അനുഭവങ്ങളാണ് നമുക്കിവിടെ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഉടമ്പടി ഒരിക്കലും അറിവിൻ്റെ അതിശയത്തിൻ്റെ ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് തീഷ്ണതയുടെയും ജ്ഞാനത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ആന്തരിക ആത്മാവിലുള്ള ആത്മീയ യാത്രയാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം പറയുക: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ഈ രക്ഷ കണ്ടെത്തലാണ് ഇന്ന് ഉടമ്പടി അനുഭവമായിട്ട് എല്ലാവർക്കും മാറുക. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും അതുപോലെ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ എങ്ങനെയാണ് ഈ കുടുംബം ഇന്ന് ചെയ്യുന്നത്? അതിന് അനുവാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അനുവിൻ്റെ മമ്മിയും ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടി ജീവിതം തൻ്റെ മക്കൾക്കും ഭർത്താവിനും ഒക്കെ പ്രേരണ നൽകുന്ന രീതിയിൽ ജീവിക്കുവാൻ അനു എത്രമാത്രം
അതിന് തീഷ്ണതയുള്ളവളാണ് എന്നുള്ളത് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയെ അമ്മയെയും മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.